ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ദീപു എന്ന് പറയുന്ന കൊടും ചതിയനെ എടുത്തിട്ട് കൊടയാണ് സുമിത്രയും അനിരുദ്ധും കൂടി. അപ്പം രണ്ടാളെയും കണ്ടപ്പോഴത്തേക്കിനും ഇനി ദീപുവിനാണെങ്കിലോ കള്ളത്തരം പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. ദീപു പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ട് അതൊന്നും നടപ്പാകുന്ന കാര്യമല്ല. അപ്പൊ സുമിത്രയ്ക്ക് മുന്നില് ദീപു മുട്ടുകുത്തി അവസാനം സുമിത്രയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ടും തന്റെ അനിയനാണ് എന്നുള്ള ഒരു ദാക്ഷിണ്യവും കൊടുക്കാതെ സുമിത്രയാണെങ്കിലോ നീ എന്തിനു വേണ്ടി എന്ത് ലാഭത്തിന് വേണ്ടിയാണ് ഞാൻ മരിച്ചു പോയി എന്നുള്ളൊരു കള്ളത്തരം പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ അനിരുദ്ധ് പറയാണ്, അതെ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് അങ്കിള് ശ്രീനിലയം വിറ്റുപോയി എന്ന് എന്നോട് പറഞ്ഞില്ലേ, ആ സമയത്ത് തന്നെയാണ് ഞാൻ നാട്ടിലെത്തിയതും. പക്ഷേ അങ്കിൾ എൻ്റെ അമ്മ മരിച്ചുപോയി എന്നും പറഞ്ഞ് എന്നെ മടക്കി അയക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് അങ്കിൾ അത് പറഞ്ഞതെന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് നമ്മുടെ സുമിത്രയും ചോദിക്കുന്നത്, നീയും പരമശിവവും രഞ്ജിതയും ഒക്കെ ആയിട്ടുള്ള ബന്ധം അത് ഞാനും കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ല, ഈ ജന്മം ഞാൻ നിന്നെ വിശ്വസിക്കില്ല എന്ന് പറയുമ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവസാനം ദീപു ആ ഒരു കടുത്ത കാര്യം അങ്ങ് പറയാണ്, എൻ്റെ ചേച്ചി എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറ്റിപ്പോയതാണ്. സുമിത്രയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ദീപു കള്ളത്തരം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനിരുദ്ധ് വിദേശത്തായിരുന്നല്ലോ. അനിരുദ്ധും അതുപോലെ തന്നെ ചേച്ചിയുടെ ബാക്കി രണ്ടു മക്കളും ചേച്ചിയെ എപ്പോഴെങ്കിലും തിരക്കിയിട്ടുണ്ടോ? ചേച്ചിയുടെ ചികിത്സാ ചെലവും കാര്യങ്ങളും എല്ലാം നോക്കി നടത്തിയത് ഞാൻ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് പരമശിവത്തിന്റെ അടുത്ത് നിന്നും പണം കടം വാങ്ങേണ്ടി വന്നത്. അപ്പൊ പരമശിവം എന്ന് പറയുന്ന അവനുമായിട്ട് ദീപുവിനുള്ള ബന്ധമാണ് സുമിത്ര ചോദിച്ചത്. അതിനുള്ള മറുപടിയാണ് നമ്മുടെ ദീപു കൊടുക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും സുമിത്ര വിശ്വസിക്കാൻ തയ്യാറല്ല. അപ്പൊ അതാ അവസാനത്തെ ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ അനിരുദ്ധേ നീ ഇതിനു വേണ്ടി വർത്താനമൊന്നും പറയണ്ട, അനിരുദ്ധ എപ്പോഴെങ്കിലും ചേച്ചിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അനിരുദ്ധിന് പിന്നെ മിണ്ടാട്ടമില്ല കേട്ടോ. ഞാൻ സത്യങ്ങൾ മറച്ചു വെച്ചതുപോലെ തന്നെ നിന്റെ ഭാര്യയുടെ വീട്ടുകാരും നിന്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും അവരും ഒക്കെ സത്യങ്ങൾ അറിഞ്ഞതാണ്. ചേച്ചി ജീവിച്ചിരിക്കുന്ന കാര്യം അവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് അവര് നിന്നോട് സത്യങ്ങൾ പറയാതിരുന്നത്? ഞാനാണെങ്കിലോ നിങ്ങളാരും തിരിഞ്ഞു നോക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ ചേച്ചി മരിച്ചുപോയി എന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞത്. പിന്നെ ഇപ്പൊ നീ അറിഞ്ഞതില് എനിക്ക് ചെറിയ കുറ്റബോധമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റ് തന്നെയാണ് എന്ന് വെച്ച് നിന്റെ വീട്ടുകാരും കാണിച്ചത് തെറ്റ് തന്നെയല്ലേ എന്ന് തിരുത്തി ചോദിക്കുമ്പം അനിരുദ്ധ ആ ഒരു ചോദ്യത്തിൽ അങ്ങ് വീഴുക കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി ഈ കാര്യങ്ങളെല്ലാം പ്രേമയും വിശ്വനും തന്നിൽ നിന്നും മറച്ചു വെച്ചതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഉടനെ തന്നെ അവിടുന്ന് ഒരു അക്ഷരം പോലും പറയാതെ വണ്ടി എടുത്ത് പോവാൻ തുടങ്ങുമ്പം അങ്ങനെ സുമിത്ര പിന്നാലെ പോയി വിളിച്ചിട്ടും അനിരുദ്ധ വിളി കേൾക്കാതെ പോവാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ സുമിത്ര നമ്മുടെ ദീപുവിന് പിന്നാലെ തിരിയുക. അപ്പൊ ദീപു ആണെങ്കിലോ ഇനി എന്ത് കള്ളത്തരം പറഞ്ഞാണ് തന്റെ ചേച്ചിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുക? ചേച്ചി എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് വീണ്ടും സുമിത്രയുടെ കാല് പിടിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, ചേച്ചിയെന്നോ എന്നെയോ ഇനി നീ എന്നെ ചേച്ചിയെന്ന് വിളിക്കരുത്. എനിക്ക് ഇങ്ങനെ ഒരു അനിയനും ഇല്ല. ഇനി ഞാൻ നിന്റെ വീട്ടിലേക്കോ നീ എന്റെ വീട്ടിലേക്കോ വന്നു പോകരുത്. നമുക്കിടയിൽ ഇനി ഒരു ബന്ധവും ഇല്ല എന്നും പറഞ്ഞ് സുമിത്ര ആ വീടിന്റെ പടി ഇറങ്ങുമ്പം ചിത്ര വിളിക്കുന്നുണ്ട്, ചേച്ചി അങ്ങനെയൊന്നും പറയരുത്. ഈ മനുഷ്യൻ ഇത്ര ദുഷ്ടനാണ് എന്നുള്ള കാര്യം ഞാനും ഇന്നാണ് മനസ്സിലാക്കിയത്. എന്തിനാണ് ഇയാൾ എന്ത് ലാഭത്തിന് വേണ്ടിയാണ് ഇത്രയും വലിയ കള്ളത്തരമൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ചിത്ര സുമിത്രയ്ക്ക് പിന്നാലെ കൂടിയെങ്കിലും ചിത്രയെ പറഞ്ഞേക്കാണ് സുമിത്ര. ഇനി ഞാൻ പറഞ്ഞതിനപ്പുറം ഇല്ല, ഇവനെ പോലെ ഒരു ചതിയനെ ഇനി ഞാൻ വിശ്വസിക്കില്ല. അത്രയധികം എനിക്ക് എൻ്റെ അനിയനെ ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരികയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ അനിരുദ്ധ് വീട്ടിലെത്തി കേട്ടോ. പ്രേമയും അതുപോലെ തന്നെ വിശ്വനും ഒക്കെ കൂടെ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അനിരുദ്ധ് അച്ചച്ചനെ കാണാൻ പോയ വിവരമൊക്കെ അനന്യ സ്വരമോളോട് പറയുന്നത് ഇവർ കേട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വൻ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ നമ്മുടെ പ്രേമയുടെ അടുത്ത് എത്തിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രേമയും അതുപോലെ വിശ്വനും കൂടി ഇനി അനിരുദ്ധ എങ്ങാനും പോയിട്ട് സുമിത്രയെ കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ആ ടെൻഷനിൽ ഇങ്ങനെ ഇവരിയ്ക്കുമ്പോഴാട്ടോ അനിരുദ്ധ അങ്ങോട്ട് ദേഷ്യത്തോടു കൂടി വരുന്നത്. പക്ഷേ നമ്മുടെ അനന്യക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുമില്ല. അനന്യ കുഞ്ഞിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കിലായിട്ട് നിൽക്കുമ്പോഴാണ് അനിരുദ്ധ് വളരെ ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് കയറി വരുന്നത്. വന്ന പാടെ തന്നെ അനന്യ ചോദിക്കുന്നുണ്ട്, എന്താ ഇനി മുഖത്തൊരു വല്ലായ്മ? അച്ഛനെ ചെന്ന് കണ്ടിട്ട് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പം എവിടെ നിന്റെ അച്ഛനും അമ്മയും അവരെ ഇങ്ങോട്ട് വിളിക്കെന്ന് പറയാണ്.
അപ്പം അനിയുടെ ഒരു പെരുമാറ്റത്തിലൊക്കെ മാറ്റം കാണുമ്പോഴത്തേക്കിനും നമ്മുടെ അനന്യക്ക് എന്തോ ഒരു ടെൻഷനായി. ഇതെന്താണ് ഇപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ തിരക്കുന്നതെന്ന് വിചാരിച്ച് അവൾ പോയിട്ട് പ്രേമയോടും വിശ്വനോടും ഒക്കെ പറയുകയാണ്. അപ്പൊ അവരവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കിനും വളരെ കുറ്റബോധത്തോടു കൂടിയാണ് വിശ്വൻ അനിരുദ്ധിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. അപ്പൊ പ്രേമയാണെങ്കിലോ പ്രേമ ഇനി എന്ത് കള്ളം പറഞ്ഞ് ഒപ്പിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പൊ അനിരുദ്ധ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ മരണപ്പെട്ടു പോയി എന്നുള്ള കാര്യം അത് എന്നോട് പറഞ്ഞത്? ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് ചോദിച്ചതാണ് എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ, എൻ്റെ അമ്മയുടെ എന്തെങ്കിലും വിവരങ്ങൾ അറിയാവോ എന്നൊക്കെ. പക്ഷേ നിങ്ങൾ എല്ലാവരും എന്നെ പറഞ്ഞ് ധരിപ്പിച്ചത് എൻ്റെ അമ്മ മരിച്ചു പോയെന്നും ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ബലിയിടാൻ പോയ സമയത്തെങ്കിലും നിങ്ങൾക്കൊരു വാക്ക് എന്നോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പ്രേമയാണെങ്കിലോ മോനെ അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തത്തിക്കളിക്കുകയാണ്. പക്ഷേ ചെയ്തു പോയ തെറ്റുകളെല്ലാം വിശ്വൻ ഏറ്റു പറയുകയാണ്. മോനെ ഞങ്ങൾക്കൊരു തെറ്റു പറ്റിപ്പോയി, നീ ഇനി അവരോടൊപ്പം പോയി താമസിച്ചാലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മോളെയും കുഞ്ഞിനെയും ഒക്കെ ഉപേക്ഷിച്ച് നീ പോയാലോ എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. മോൻ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് വിശ്വം കാര്യങ്ങൾ പറയുമ്പം ഇതിന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. എന്തായാലും അനന്യെ നീയും കൂടി ചേർന്നിട്ടാണ് ഈ കളി കളിച്ചതെങ്കിൽ ഇനി ഈ അനിരുദ്ധ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല എന്ന് പറയുമ്പം അനന്യാണെങ്കിൽ ഷോക്കേറ്റ പോലെ നിൽക്കുക കേട്ടോ. അപ്പൊ അനന്യ പറയുന്നുണ്ട്, അനി ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ അനിരുദ്ധിന് മനസ്സിലായി അനന്യയ്ക്കും കാര്യങ്ങൾ അറിയായിരുന്നു എന്നുള്ള കാര്യം. അപ്പം ഇവളും അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് ഇത്രയും ദിവസം തന്നെ ഇട്ട് വട്ടം കറക്കുകയായിരുന്നു, തന്നെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പം അനിരുദ്ധിന് അനന്യയോട് തോന്നിയ ആ ഒരു സ്നേഹം പോലും അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്നും വഴക്കിട്ട് അനിരുദ്ധ ഇറങ്ങുമ്പം കൂടെ നമ്മുടെ സ്വരമോളെ കൂടെ കൂട്ടുക കേട്ടോ. എനിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ ഇരുന്നൊരു ഫ്ലവർ വൈസ് എടുത്ത് താഴെയിട്ട് പൊട്ടിക്കുകയാണ്. അത്രയ്ക്ക് ദേഷ്യമാണ് അവൻ എല്ലാരോടും തോന്നിയത്. പിന്നെ അവരെ ആരെയും ഉപദ്രവിക്കാതെ അനിരുദ്ധ കുഞ്ഞിനെയും കൂട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ ദീപുവിന്റെ അടുത്ത് നിന്നും ഇറങ്ങി വന്ന് സുമിത്രത സിദ്ധാർത്ഥിന്റെ അടുത്ത് എത്തി. വീട്ടിലെത്തിയതും സുമിത്രയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം സിദ്ധു ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടായി പോയത് എന്ന് ചോദിക്കുമ്പം ഞാൻ നമ്മുടെ മോന്റെ പിന്നാലെ പോയതാണ്. അവൻ ചെന്നത് ദീപുവിന്റെ വീട്ടിലേക്കാണ്. ദീപു പല കാര്യങ്ങളും പറഞ്ഞു. അവൻ പറയുന്നതെല്ലാം കള്ളത്തരമാണ്. അവൻ പരമശിവത്തിന്റെ അടുത്ത് നിന്നും പൈസ കടം വാങ്ങിച്ചിട്ടാണ് എന്നെ ചികിത്സിച്ചതെന്ന് വരെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതൊന്നും സത്യമായിട്ട് തോന്നിയിട്ടില്ല എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അനിരുദ്ധ അവിടെ നിന്ന് പ്രേമയും വിഷ്ണുവും ഒക്കെ ചതിച്ചു എന്നും പറഞ്ഞ് അവൻ ചോദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇനി അവിടെ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞാണ് സുമിത്ര വിഷമിക്കുന്നത്. അപ്പൊ ഇത് കേട്ട് നമ്മുടെ സിദ്ധുവും അതുപോലെ തന്നെ ശീതളും ഒക്കെ വന്ന് അമ്മ സമാധാനപ്പെട്, എന്തായാലും അനിയേട്ടൻ വരട്ടെ, വന്നു കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാലോ. എല്ലാവരും കൂടി എന്തിനാണ് ഇത്രയും വലിയ കള്ളത്തരങ്ങൾ പറഞ്ഞത് എന്ന് സുമിത്രയ്ക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് പൂജയെയും പങ്കജിനെയും ആണ്. അപ്പൊ പങ്കജ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പങ്കജിനെ നിർത്തിക്കൊണ്ട് നമ്മുടെ പൂജ ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പം പങ്കജിനാണെങ്കിൽ പിന്നെ അതിനൊന്നും ഉത്തരം ഇല്ലാണ്ട് നിൽക്കുകയാണ്. അനിരുദ്ധേട്ടൻ എന്തുകൊണ്ട് ആ ഒരു CCTV ഫുട്ടേജിൽ ഇല്ലാതെ ആയി, അദ്ദേഹം അന്ന് ആ ക്ഷേത്രത്തിൽ വന്നതാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം ഇനി ഒരു പക്ഷെ നീ സംശയിക്കുന്നത് പോലെ നിന്റെ ദീപുവെങ്കിലെങ്ങാനും കളിച്ചതായിരിക്കുമെന്നും പറഞ്ഞ് ആ പഴിയും കൂടി നമ്മുടെ ദീപുവിന്റെ പടലിക്ക് വെക്കുക. പക്ഷേ പൂജ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയില്ല കേട്ടോ. പൂജയാണെങ്കിൽ ഇവൻ പറഞ്ഞത് ശരിയായിരിക്കും, ദീപുവങ്കിൾ തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് മനസ്സിലാക്കി ദീപുവിനെ അവങ്ങനെ കുറ്റം പറയുമ്പം ആ അവസരം മുതലാക്കി നമ്മുടെ പങ്കജ് കളിക്കുകയാണ്. അതെ, ദീപുവങ്കിളുടെ ഗുണഗണങ്ങളായിരിക്കും അപ്പൂവിനും ഒക്കെ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ആ കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അപ്പൂവും ഇതുപോലെയുള്ള ചതിക്കുന്ന സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ടല്ലേ അവൻ ഒരേ സമയം നിന്നോടും താല്പര്യം കാണിച്ചു, സ്നേഹയോടും താല്പര്യം കാണിച്ചു. ഇപ്പതാ സ്നേഹയുമായിട്ടുള്ള കല്യാണത്തിന് വരെ അവൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതൊക്കെ പറയുമ്പം നമ്മുടെ പൂജയ്ക്ക് അപ്പൂനോടും ചെറിയ ദേഷ്യമൊക്കെ തോന്നുകയാണ്. പക്ഷെ പാവം നമ്മുടെ അപ്പു ഒരു കാര്യങ്ങളും അറിയുന്നില്ലല്ലോ. അങ്ങനെ ഇവളാണെങ്കിലോ എന്നാ നമുക്ക് പോയി രഞ്ജിതാന്റിയെ കണ്ടാലോ എന്ന് ചോദിക്കുമ്പം അമ്മ തന്നെ കാണുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു എന്നും പറഞ്ഞ് പങ്കജ് കൈയോടുകൂടി പൂജയെ കൂട്ടിക്കൊണ്ട് രഞ്ജിതയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ രഞ്ജിതയ്ക്കാണെങ്കിലോ കാര്യങ്ങളൊക്കെ നമ്മുടെ പങ്കജ് പറഞ്ഞ് ഏകദേശം പിടികിട്ടി. അതുകൊണ്ട് തന്നെ രഞ്ജിതയ്ക്ക് വലിയ സന്തോഷമൊക്കെ ആയി കേട്ടോ. ഇനിയിപ്പൊ സുമിത്രയും മക്കളും ഒക്കെ ഒന്നിച്ച സ്ഥിതിക്ക് മോൾ ഇനി അവിടെ തങ്ങണോന്ന് ചോദിക്കുകയാണ് രഞ്ജിത.
ആൻറ്റി എത്രയൊക്കെ വന്നാലും ഏതൊക്കെ മക്കൾ വന്നാലും എൻ്റെ അമ്മയ്ക്ക് ഞാൻ തന്നെയാണ് പ്രിയപ്പെട്ടതെന്നും പറഞ്ഞ് പൂജ സുമിത്രയെക്കുറിച്ച് വളരെ പുകഴ്ത്തി സംസാരിക്കുമ്പോഴത്തേക്കിനും രഞ്ജിത പറയുന്നുണ്ട്, അതെ എത്രയൊക്കെ ആയാലും നിന്റെ പെറ്റമ്മയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ആ രീതിയിൽ മാത്രമേ സുമിത്ര നിന്നെ സ്നേഹിക്കുകയുള്ളൂ. അവരുടെ 3 മക്കളും അടുത്തോട്ട് വന്നോട്ടെ, അതിനുശേഷം കാണാം നിന്നെ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ള കാര്യം എന്നൊക്കെ പറയുമ്പം, ആൻറ്റി അങ്ങനെയൊന്നും പറയരുത്, എൻ്റെ അമ്മ ഒരു പാവമാണെന്നും എൻ്റെ അച്ഛനെ എൻ്റെ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പൂജ നമ്മുടെ രഞ്ജിതയെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. അപ്പം രഞ്ജിത ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്ന സമയത്തെല്ലാം പോയിസൺ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പങ്കജാണെങ്കിൽ അപ്പുവിനെ കുറിച്ചും രഞ്ജിതയാണെങ്കിൽ സുമിത്രയെ കുറിച്ചുമുള്ള കുറ്റങ്ങൾ പറഞ്ഞ് പൂജയുടെ ബ്രെയിനിലേക്ക് ഏതാണ്ടൊക്കെ കയറിയ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ പൂജ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ അനിരുദ്ധ് അവിടെ നിന്ന് വഴക്കിട്ടൊക്കെ ഇറങ്ങിയല്ലോ, അതുകൊണ്ട് തന്നെ ഇനി താനുള്ള കാലം മുഴുവനും തന്റെ അമ്മയോടൊപ്പം തന്നെ ആയിരിക്കും എന്ന് തീരുമാനിച്ചാണ് അനി ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോരുന്നത്. അപ്പൊ അനിരുദ്ധും കുഞ്ഞും കൂടി സുമിത്രയുടെ വീട്ടിലെത്തിയതും സിദ്ധാർത്ഥും സരസ്വതി അമ്മയും ഒക്കെ കൂടി ചേർന്ന് ഓടിപ്പോയി ഇവരെ സ്വീകരിക്കുകയാണ് കേട്ടോ. അപ്പൊ സുമിത്ര ചോദിക്കുന്നുണ്ട്, മോനെ എന്താ നീ തനിയാണോ വന്നത്, അനന്യ എന്താ കൊണ്ടുവരാഞ്ഞത്, കുഞ്ഞിനെ എന്താ കൊണ്ടുവരാഞ്ഞതെന്ന് ചോദിച്ച സുമിത്ര അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും അമ്മയുടെ കുഞ്ഞും വന്നിട്ടുണ്ട്, മോൾ അച്ഛനുമായിട്ട് മുറ്റത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അനിരുദ്ധ് പറയുമ്പം, അപ്പൊ അനന്യയെ കൊണ്ടുവന്നില്ലേ അമ്മേ, അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഈ കളിയെല്ലാം കളിച്ചത്, അതുകൊണ്ട് ഇനി അവളോടൊപ്പം എങ്ങനെ ഞാൻ ജീവിക്കാനാണ്, അവളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും, ഞാൻ ഇനി എൻ്റെ അമ്മയോടൊപ്പം തന്നെ ഉണ്ടാവും, എൻ്റെ മോളെ അമ്മയ്ക്ക് കാണണ്ടേന്ന് ചോദിച്ച് നമ്മുടെ സ്വരമോളെ ഇങ്ങോട്ട് വിളിക്കുമ്പോഴാണ് സുമിത്ര അങ്ങ് ഞെട്ടുന്നത്. തൻ്റെ സ്വരമോളാണ് ആ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അത് സുമിത്ര കാണുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമായിട്ടോ. സുമിത്ര പറയുന്നുണ്ട്, മോളെ സ്വരമോളെ എന്നും പറഞ്ഞ് വിളിക്കുമ്പം ഇത് എൻ്റെ ടീച്ചറമ്മയല്ലേ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന കുഞ്ഞ് 2 കവിളിലും മാറി മാറി ഉമ്മ കൊടുക്കുക. സുമിത്രയാണെങ്കിലോ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുക കേട്ടോ. അപ്പം സിദ്ധുവിനും വലിയ സന്തോഷമൊക്കെ ആയി. തനിക്ക് കുഞ്ഞിനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പം എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഞാൻ പാട്ട് പഠിപ്പിച്ചതാണ് മോളെ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം, എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിനെ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് സുമിത്ര. അപ്പം ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയ്ക്കൊക്കെ ആണെങ്കിലും കുറച്ച് സമയത്തേക്ക് നമ്മുടെ സരസ്വതി അമ്മ നന്നായി കേട്ടോ. കുറ്റം പറച്ചിലും അതുപോലെ തന്നെ ഏഷ്യ സ്വഭാവം ഒക്കെ പുള്ളിക്കാരി മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതിലെല്ലാം സരസ്വതിയും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞാണെങ്കിലോ ഓരോ കുറുമ്പ് കാണിച്ചും നമ്മുടെ അച്ഛനും അച്ഛമ്മയും കൂടി കുഞ്ഞിന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ അനിരുദ്ധൊക്കെ ആണെങ്കിലും സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും ആ അനിരുദ്ധിനെ ചേർത്ത് പിടിച്ച് സിദ്ധാർത്ഥ് തൻ്റെ മകനെ തനിക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലൊക്കെ നിൽക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ ദീപുവിനെ കൊടയാൻ വേണ്ടി പരമശിവ എത്തുകയാണ്. അപ്പം ദീപു എങ്ങാനും ഇനി പരമശിവവും ഒത്ത് കളിച്ച് ശ്രീനിലയം കൈക്കലാക്കിയതാണ് എന്നുള്ള കാര്യം ഇനി ഇവനെങ്ങാനും സുമിത്രയോട് പറയൂ എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ പരമശിവത്തിനുണ്ട്. രഞ്ജിതയാണെങ്കിലോ പരമശിവത്തിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനിൽ ദീപുവിനെ പോയി അങ്ങ് പൊക്കുകയാണ് പരമശിവം. ദീപുവിന്റെ വീട്ടിൽ ചെന്ന് അവനെ ഇങ്ങനെ കുത്തിന് പിടിച്ച് ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കിനും പരമശിവത്തോട് ദീപു പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, നമ്മൾ തമ്മിലുള്ള ഒരു രഹസ്യങ്ങളും ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ പരമശിവ ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാകുന്നില്ല. പരമശിവത്തിന് മനസ്സിലാകുകയാണ് ദീപു എന്ന് പറയുന്നവൻ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുത്തൻ തന്നെയാണ് എന്നുള്ള കാര്യം. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ചിത്ര കാണുകയാണ് കേട്ടോ. അപ്പൊ ചിത്രയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. അപ്പുവിനോട് ചിത്ര കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയാണ്. മോനെ, നമ്മൾ വിചാരിച്ച പോലെ അല്ല, നിന്റെ അച്ഛൻ ഏറ്റവും വലിയൊരു ചതിയനാണ്, അയാളെ പോലെയുള്ള ഒരുത്തന്റെ കൂടെ ഇനിയുള്ള ജീവിതകാലം മുഴുവനും ജീവിക്കാൻ ഈ അമ്മയ്ക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് ചിത്ര അവിടുന്ന് പടിയിറങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ദീപു ആണെങ്കിലോ ചിത്ര എനിക്ക് തെറ്റുപറ്റി പോയി എന്നും പറഞ്ഞ് ചിത്രയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുകയാണ്. അപ്പം ചിത്ര പറയുന്നുണ്ട്, നിങ്ങളുടെ ചേച്ചി നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചതാണ്, ആ ചേച്ചിയോടല്ലേ നിങ്ങൾ ഇത്രയും ദ്രോഹത്തരൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴും ഇവനാണെങ്കിലോ തന്റെ അവസ്ഥ അതായി പോയി, അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ്. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ സുമിത്ര ഇനി നമ്മുടെ രഞ്ജിതയ്ക്കുള്ള മുട്ടം പണി തന്നെ കൊടുക്കും. നഷ്ടപ്പെട്ടു പോയ സ്വത്തുവകകളെല്ലാം തിരികെ പിടിക്കണമല്ലോ. തന്റെ പൂജയെ ഒരു കരയ്ക്ക് എത്തിക്കണമെങ്കിൽ ആ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സുമിത്ര അതിന്റെ എല്ലാം വേര് തേടി ഇറങ്ങും എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പം ഈ ഒരാഴ്ചയിലെ കഥയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്